ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ചെറിയൊരു തോരൻ ഉണ്ടാക്കാൻ പോകട്ടോ. ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കയറി വന്നു, താഴെ കുഞ്ഞിനെ നോക്കാൻ പോകണത് കേട്ടോ. അപ്പോൾ വൈകിട്ട് കയറി വന്നു, അപ്പം കറിയൊന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതരിഞ്ഞു. അപ്പോൾ അത് കുറച്ചുള്ളതുകൊണ്ട് ഒരു സവാള അരിഞ്ഞു കേട്ടോ, ഒരു 2-3 പച്ചമുളകും. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് കടുക് കൂട്ടിയിട്ട് സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റിയെടുത്തു. അത് ശരിക്കും അതിൻ്റെ ഒരു ഒന്ന് നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് തുറന്ന് വെച്ച് തന്നെ ആദ്യം ഒന്ന് ആവി കയറണ വരെ തുറന്ന് വെച്ച് തന്നെ അങ്ങോട്ട് വഴറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ടാട്ടോ മൂടി വെക്കണത്. മൂടി വെക്കണത് ഒരു മൂടി വെച്ച് അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കുഴകുഴാന്നായി പോവും. അപ്പോൾ ഒന്ന് തുറന്ന് വെച്ച് ആവി കയറ്റി എടുത്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എടുക്കും. അപ്പോൾ ദേ കണ്ടോ, ആ ഒരു വഴുവഴുപ്പങ്ങ് മാറിക്കിട്ടും. പിന്നെ തുറന്ന് വെച്ച് തന്നെ ഇളക്കിയെടുത്ത് വെണ്ടയ്ക്കാത്തോരൻ നല്ല അടിപൊളിയാവും, കുഴകുഴാന്നാവില്ല. ഉപ്പ് ആദ്യം ഇടരുത്. ഉപ്പൊന്ന് വെണ്ടയ്ക്ക വാടിക്കഴിഞ്ഞിട്ടാട്ടോ ഉപ്പിടുന്നത്, എന്നാലാണ് അത്, അല്ലെങ്കിൽ ഇങ്ങനെ നൂല് കണ്ട് കുഴകുഴാന്നായിപ്പോവും. അപ്പോൾ ഉപ്പ് എപ്പോഴും വെണ്ടയ്ക്ക പകുതി വേവാകുമ്പോഴേ ഇടാവുള്ളൂ. അപ്പോൾ നല്ലോണം ശരിക്കും നമുക്ക് ഇങ്ങനെ നല്ല ഇതായിട്ട് കിട്ടും, നല്ല ടേസ്റ്റും കേട്ടോ. ഇത് തേങ്ങാക്കൊത്ത് ഇടുവാണെങ്കിൽ നല്ല രുചി കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇപ്പം ഇല്ലായിരുന്നു, അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്